ഒരു കുഞ്ഞ് ഷോപ്പിങ്ങിനിടയ്ക്കാണ് ഈ സംഭവം. പണ്ടത്തെ ഹെവി ലോറി ഓടിക്കുവാൻ തോന്നുന്നു. ഒരു സൈഡിൽ എന്നെയും കൂടെ കയറ്റിയിട്ടുണ്ട്. എല്ലാവരും മാറിക്കോ, ഞാൻ പറപ്പിച്ച് വിടുവാണ് എന്നൊക്കെ ആയിരിക്കും മനസ്സിൽ. പാരമാട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ബാംഗ്ലൂരിലെ മടിവാള പോലെ, ദുബായിലുള്ളവരുടെ ബർദുബായ് പോലെ, ഇവിടെ ഓസ്ട്രേലിയയിൽ സിഡ്നിയിലുള്ള ഇന്ത്യൻസിന്റെ ഒരു കോളനി എന്ന് വേണേൽ ഈ പാരമാട്ടയെ പറയാം. സെൻട്രൽ സിഡ്നി കഴിഞ്ഞാൽ രണ്ടാമത്തെ സിറ്റി എന്ന് വേണേൽ പാരമാട്ടയെ പറയാം. വെസ്റ്റ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു മോളിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഇതിനോട് കണക്ട് ചെയ്ത് കിടക്കുവാണ്. അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാനും നല്ല രീതിയിൽ ഷോപ്പ് ചെയ്യാനും ഡൈൻ ചെയ്യാനും ഒക്കെ ഉള്ളൊരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ഈ സംഭവം കൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പിടിച്ചുകൊണ്ട് മര്യാദയ്ക്ക് നടന്നോളും. ഇവിടുത്തെ സാധനങ്ങളൊക്കെ പൊട്ടിക്കാതിരിക്കാനുള്ള ഒരു ഐഡിയ ആണിത്. ഒരുപോലുള്ള ഡ്രസ്സ് ഒരുപോലുള്ള സൈസിൽ കണ്ടെത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ട്വിൻസ് പാരൻസിന്റെ ഏറ്റവും വലിയ ചലഞ്ച്. ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷനിലാണ് നിൽക്കുന്നത്. സാധാരണ പിള്ളേർ ഈ ടോയ്സ് ഷോപ്പൊക്കെ കാണുമ്പോൾ ബഹളം വയ്ക്കാറില്ലേ? ഇവർ ബഹളം വയ്ക്കുന്ന ഒരേ ഒരു സെക്ഷൻ ഇതാണ്, ബുക്സിന്റെ സെക്ഷൻ. മൊത്തത്തോടെ വാരിക്കൊണ്ട് പോകാനൊക്കെ വാശി പിടിക്കാറുണ്ട്. ഒന്നോ രണ്ടോ മേടിച്ച് കയ്യിൽ കൊടുത്താലോ പിന്നെ അത് തിരിച്ചു തരത്തില്ല, ബാസ്ക്കറ്റിൽ പോലും വെക്കാൻ തരത്തില്ല. ഇത് സ്കാൻ ചെയ്യാനെങ്കിലും തരണേ എന്നാണ് എന്റെ പ്രാർത്ഥന. കണ്ടില്ലേ, ഭയങ്കര വായനയാണ്. അങ്ങനെ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് രാത്രി ആയപ്പോൾ ട്രെയിനിൽ കയറി വീട്ടിലേക്ക് പിടിച്ചു. എത്ര വലിയ സിറ്റിയാണ് സിഡ്നി എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. രാത്രി 9 മണി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ട്രെയിനൊക്കെ കണ്ടില്ലേ, എംപ്റ്റി ആയി കിടക്കുവാണ്.